പൂക്കളമിടാൻ വേണ്ടിയിട്ട് പൂക്കൾ തപ്പിയപ്പോഴാണ് വീടിൻ്റെ ബാക്കിലുണ്ടായിരുന്ന പൂക്കളെല്ലാം തീർന്നിരിക്കുന്നു. ഇപ്പം ഇലകൾ മാത്രമേ ഉള്ളൂ. ഒരു മാസം മുമ്പ് ഇലകളൊന്നുമില്ലാണ്ട്, ഇലകൾ കാണാൻ പറ്റാതെ അത്രയും പൂക്കളായിരുന്നു. ഞാൻ അതിൻ്റെ ഫോട്ടോസാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം പൂക്കളിടാൻ വേണ്ടിയിട്ട് കുറേ ഇലകളും അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടിയ കുറച്ച് പൂക്കളുമായിട്ട് ഞങ്ങൾ പോന്നു. അപ്പം ഇലകൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിസൈനാണ് ഇന്നിടുന്നത്. അപ്പം നമുക്കൊരു സദ്യ പൂക്കളം ഇടാം. അപ്പം അതിന് വേണ്ടിയിട്ട് വാഴയില ഷേപ്പിൽ ആ കൊണ്ടുവന്ന ഇലകൾ കൊണ്ട് വാഴയില ഷേപ്പ് ബേസായിട്ട് കൊടുത്തു. അപ്പം സെന്ററായിട്ട് we are going to put these plant trees. പിന്നെ വാഴയിലയുടെ ആ സെൻറ്ററിലുള്ള ആ ഡിവൈഡർ ഉണ്ടല്ലോ, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു തിന്നായിട്ടുള്ള ലീഫ് സെൻറ്ററിൽ വെച്ചു. പിന്നെ ഓണത്തിൻ്റെ സദ്യയുടെ ഓരോ ഡിഷസ് ഓരോ പൂക്കൾ കൊണ്ട്, അതായത് പല പല കളറുകളുള്ള പൂക്കൾ കൊണ്ട് ഉണ്ടാക്കി. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും. ആധികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. പപ്പടമാണെങ്കിൽ ഞങ്ങളൊരു കാർഡ്ബോർഡിൽ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്ത് പപ്പടത്തിൻ്റെ കളറും കൊടുത്തു. ചോറിന് വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്തതെന്നറിയോ? ചോറിന് വേണ്ടിയിട്ട് മുട്ടത്തോട്, ആ എഗ്ഷെൽസ് എല്ലാം പൊടിച്ച് എടുത്തതാണ് അത് ചോറിൻ്റെ ഇതുമാക്കി കൊടുത്തു. നല്ല പോലെല്ലാ വിളവും ചേരും, വേദവും സംഗീത. അങ്ങനെ ഞങ്ങളുടെ സദ്യാപൂക്കളം. പിന്നെ ഞങ്ങളൊരു ഓണത്തപ്പനും ഉണ്ടാക്കി. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഒരു വലിയ ഓണത്തപ്പനും പിന്നെ 2 ചെറുതും ഉണ്ടാക്കി. ബാക്കി വന്ന പൂക്കൾ ഗ്രേസ് 2 സൈഡിലുമായിട്ട് ഇട്ടുകൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ ഒരു വെറൈറ്റി പൂക്കളം റെഡിയായി. ഇനി ഓണത്തപ്പൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ഹൈറ്റിലുള്ള ഓണത്തപ്പനാണോ വേണ്ടത്, ആ ഹൈറ്റിലുള്ള 4 കാർഡ്ബോർഡ് പീസസ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കാം. അതിൽ നമുക്ക് ആവശ്യമുള്ള വീതിയിലും താഴത്തെ വീതിയും മുകളിലത്തെ വീതിയും രേഖപ്പെടുത്തിയിട്ട് അത് വെച്ച് വെട്ടിയെടുക്കാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്ത ചെറിയ ഓണത്തപ്പനിലെ 2 എണ്ണം ഉണ്ടായിരുന്നില്ലേ, അതിലൊന്നാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അതിലെ ചെറിയ ബേസ് എന്ന് പറയുന്നത്, താഴെയുള്ള വീതി എന്ന് പറയുന്നത് 2 ഇഞ്ചസും മുകളിൽ 1 ഇഞ്ചുമാണ്. അങ്ങനെ നമ്മൾ ആ ഷേപ്പിലുള്ള 4 എണ്ണം കട്ട് ചെയ്തെടുത്തു. പിന്നെ ബേസിന് വേണ്ടിയിട്ട്, ബേസ് 2 ഇഞ്ചാണല്ലോ നമ്മൾ എടുത്തത്, ബേസ് 2 ഇഞ്ചിലുള്ള ഒരു സ്ക്വയറും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ സ്ക്വയറിൽ, അതായത് ഇപ്പം നമ്മൾ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മറിഞ്ഞു പോകും. അത് മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാർഡ്ബോർഡിൻ്റെ ബേസിൽ നമുക്ക് കുറച്ച് റോക്സ്, കല്ലുകൾ, വെള്ളാരം കല്ലുകളോ എന്തെങ്കിലും വെയിറ്റുള്ള എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. അപ്പം പിന്നെ ഈ ഓണത്തപ്പൻ ഒട്ടും മറിഞ്ഞു പോകില്ല. അപ്പം അതിലെല്ലാം നമ്മൾ കല്ലൊട്ടിച്ചു കൊടുത്തു.
ഇനി അത് കഴിഞ്ഞിട്ട് ഓരോ പീസസ് ഈ സ്ക്വയറിൻ്റെ ഓരോ സൈഡിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഓണത്തപ്പൻ്റെ ഷേപ്പ് കിട്ടി. അപ്പം മുകളിലൊരു ഹോളും ഉണ്ടാവും. മുകളിലെ ഒരു ഹോളില്ലേ, ആ ഹോളിൽ നമുക്കൊരു 1 ഇഞ്ച് സൈസിലുള്ള വേറൊരു സ്ക്വയർ കട്ട് ചെയ്തെടുത്ത് ആ ഹോളും അടയ്ക്കാം. ഇതിപ്പോൾ നല്ലോണം ഒട്ടിയിട്ടുണ്ട്, ഇനി ഇത് വിട്ടൊന്നും പോകില്ല. പക്ഷെ എന്നാലും നമുക്കൊരു ടേപ്പ് താഴെയും മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഗ്ലൂ തേച്ചിട്ട് പേപ്പർ ടവൽസ് ഇല്ലേ, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും പേപ്പേഴ്സ് ഇതിനു ചുറ്റും നമുക്കിതങ്ങ് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ലൂസൊന്നും, പേപ്പർ ഒട്ടും ലൂസാവാതെ നല്ലവണ്ണം ഒട്ടിക്കണം കേട്ടോ. നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നോക്കിയേ, ഇപ്പം ഞാൻ പേപ്പറെല്ലാം ഒട്ടിച്ചു. അങ്ങനെ ഈ സൈസിലുള്ള വേറൊരെണ്ണം കൂടി എൻ്റെ കയ്യിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു വലിയ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ സെൻറ്ററിൽ വയ്ക്കുന്നത്. കണ്ടോ? അപ്പം അങ്ങനെ നമ്മുടെ കയ്യിൽ 3 എണ്ണമാണ് ടോട്ടലുള്ളത്. ഈ വലുതിൻ്റെ സൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ 3 ഇഞ്ചസും മുകളിൽ 1 ഇഞ്ചുമാണ്. പിന്നെ നമ്മൾ എല്ലാത്തിൻ്റെയും മുകളിൽ ഒരു ചെറിയൊരു ഹോളിട്ട് കൊടുക്കണം. അത് ആണി വെച്ചിട്ട് എന്തെങ്കിലും ഹോൾ ഉണ്ടാക്കിയാൽ മതി. അതിലേക്ക് നമുക്ക് ഫ്ലവർ ഇങ്ങനെ കുത്തി വയ്ക്കാം. ഇനി നമുക്കിത് കളർ കൊടുക്കാം. അപ്പോൾ ഈ കളർ കൊടുക്കുമ്പോൾ ഈ കളിമണ്ണിൻ്റെ കളറാണ് കിട്ടേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു ഡാർക്ക് റെഡും യെല്ലോയും ഉണ്ട്. അപ്പോൾ നമുക്കത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കളിമണ്ണിൻ്റെ കളർ കിട്ടും. അപ്പോൾ അങ്ങനെ ഞാനിവിടെ കളറ് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലും നന്നായിട്ട് പെയിൻറ്റ് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ 2 കോട്ട് അടിക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ 1 കോട്ട് അടിച്ചുള്ളൂ. 1 കോട്ട് അടിച്ചപ്പോൾ തന്നെ എനിക്ക് ആ ഡിസൈർഡ് കളറ് കിട്ടി. അങ്ങനെ എല്ലാം കളർ ചെയ്തു. ആമോദത്തോടെ വസിക്കും കാലം, മാവേലി നാടു വാണിടും കാലം. പിന്നെ അത് കഴിഞ്ഞ് കളർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ഇതിൽ കുറേ ഡോട്ട്സ് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഓണത്തപ്പൻ റെഡിയായി. ഈ ഓണത്തപ്പനാണ് ഞാൻ ആ പൂക്കളം ഇട്ടപ്പോൾ വെച്ചിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.